പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ 2020 നവംബർ മാസം 3-ാം തീയതി പ്രഭാതത്തിൽ, ചൊവ്വാഴ്ച പ്രഭാതത്തിൽ, നമ്മുടെ കൺവെൻഷന്റെ ആദ്യത്തെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. സ്തോത്രം. ആമേൻ ആമേൻ. ഈ പ്രഭാതി നമ്മളെ ഉണർത്തി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ദൈവകൃപയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ 117-ാം സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. അപ്പോൾ ഇവിടെ പറയുക, യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയുക. എന്നാ കാരണം? നമ്മോടുള്ള നമ്മുടെ കർത്താവിന്റെ ദയ എന്തായിരിക്കുന്നു? വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, അവന്റെ ദയ നമ്മൾ ഇന്ന് ജീവനോടിരിക്കുന്നത്, അവന്റെ ദയ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ ആ വലിയ ദയയെ ഓർത്ത്, ഓരോ പ്രഭാതത്തിലും അത് പുതുക്കി തരുന്നത് ഓർത്ത് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ഒരിക്കലൂടെ കരം ഉയർത്തിയിട്ട് പറ, കർത്താവേ, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ്, കർത്താവേ, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. ഓ ജീസസ്, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഞാൻ ആയിരിക്കുന്നത് അങ്ങയുടെ കൃപയാല കർത്താവേ, ഞാൻ നിലനിൽക്കുന്നത് അങ്ങയുടെ കൃപയാല കർത്താവേ, ഞാൻ ആയിരിക്കുന്നത് അങ്ങയുടെ കൃപയാല കർത്താവേ. സ്തോത്രം. ഞാൻ നിലനിൽക്കുന്നത് അങ്ങയുടെ കൃപയാല, അങ്ങയുടെ വാഗ്ദത്തത്തിൽ അങ്ങ് വിശ്വസ്തനുമാകിയാൽ അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് ആമേൻ ഏക ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ അപ്പ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. രാത്രി തന്ന ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ ഈ പകൽക്കാലം ഞങ്ങളെ ഉണർത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നല്ലോ, അതോർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. യാദൃശ്ചികമായി കേൾക്കുന്നവരാണെങ്കിലും ആദ്യമായി കേൾക്കുന്നവരാണെങ്കിലും ഇന്നപ്പൻ്റെ കരങ്ങളിലേക്ക് തരുന്ന പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇവരുടെ മനസ്സിലെ ഭാരങ്ങൾ, ഇവരുടെ മനസ്സിലെ വ്യാകുലതകൾ, അമേൻ അമേൻ, ഭാരങ്ങൾ, വ്യാകുലതകൾ, ഭയങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മഴയത്ത് വെള്ളം ഇങ്ങനെ ഒഴുക്കി കൊണ്ടുപോകുന്നത് പോലെ സകലതും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ ഒഴുകിപ്പോട്ടെ. ഭാരങ്ങൾ ഒഴുകിപ്പോട്ടെ, ആകുലതകൾ ഒഴുകിപ്പോട്ടെ, ഭയം ഒഴുകിപ്പോട്ടെ. കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർക്ക് സ്വസ്ഥതയുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. ആമേൻ. ഒരു വലിയ മനസ്സമാധാനം യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ഹൃദയത്തിലേക്ക് കർത്താവ് പകർന്നിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളായിരുന്ന് കേൾക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. പനിയാലും തൊണ്ടവേദനയാലും ശാരീരിക അസ്വസ്ഥതകളാലും ഒക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൂടാതെ കർത്താവെ, ജോലി വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ പൂർണ്ണമായി കർത്താവെ അതിനകത്തൊന്ന് വിടുവിക്കപ്പെടണം. ജോലിയിൽ കർത്താവെ സ്വസ്ഥമായി ജോലി ചെയ്യുവാൻ കർത്താവ് ഇടവരുത്തണം. ബിസിനസ് ചെയ്യുന്നവർക്ക് കർത്താവ് വഴികൾ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഹോസ്പിറ്റലൈസ്ഡായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയും. അങ്ങ് വിടുവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്കറിയും. പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്ന കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. ആമേൻ. ആർത്രൈറ്റിസിനാൽ, പ്രത്യേകിച്ച് മുട്ടിന് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മുട്ട് സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം, ആമേൻ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് കൊടുത്ത ആശ്വാസത്തിന്, സമാധാനത്തിന് സ്തോത്രം. ആമേൻ. സ്വസ്ഥതയ്ക്ക് സ്തോത്രം, സമാധാനത്തിന് സ്തോത്രം. ആമേൻ. കർത്താവിന്റെ കൃപയിൽ പൊതിയണം. പ്രത്യേകിച്ച് കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണം. കർത്താവെ, ആ ഒരു പ്രതിസന്ധിയിൽ ദൈവജനത്തെ, തൻ്റെ ജനത്തെ കർത്താവ് വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസമായി എല്ലാവരും തക്ക സമയത്ത് പങ്കെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. PG വർഗീസങ്ങളാണ് ഇന്ന് നമ്മളോട് ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 15 and 16 നമുക്ക് സുപരിചിതമായൊരു ഭാഗമാണ്.
എങ്കിലും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാൻ കർത്താവ് നമുക്ക് ഇന്ന് വേണ്ടതായ മന്ന കർത്താവ് നമുക്ക് തരും. നമുക്കുള്ള മഹാപുരോഹിതൻ. അപ്പം എബ്രായ ലേഖനം എന്ന് പറയുമ്പോൾ പുതിയ നിയമമാണ്. പുതിയ നിയമം യേശുക്രിസ്തുവിൻ്റെ അടക്ക പുനരുദ്ധാനത്തിന് ശേഷമുള്ള, അല്ലെങ്കിൽ ആ കാൽവരി രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ് പുതിയ നിയമം. അല്ലെങ്കിൽ പുതിയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട നിയമമാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അവിടെ നമ്മളോട് പറയാം നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. പഴയ നിയമത്തിലും മഹാപുരോഹിതനുണ്ട്. മഹാപുരോഹിതൻ്റെ ജോലി എന്ന് പറയുന്നത് മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കുക, യാഗങ്ങളെ അർപ്പിക്കുക, മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ പറയും നമുക്കുള്ള മഹാപുരോഹിതൻ. അപ്പം ഇന്ന് നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ മഹാപുരോഹിതൻ ആരാന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. അപ്പം ആ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ, ഈ ബലഹീനതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തുമാകാം, നമ്മുടെ കഴിവുകേടുകളെ, നമ്മുടെ അവസ്ഥകൾ, അതായത് നമുക്ക് കഴിയാത്ത അവസ്ഥകൾ എന്തു തന്നെ ആയിക്കോട്ടെ, ആ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. സ്തോത്രം. കാരണം എന്നാന്ന് ചോദിച്ചാൽ അതുപോലുള്ള നമ്മളെപ്പോലെ തന്നെ ജീവിച്ച്, നമ്മളെപ്പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ നേരിട്ട ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ ആര്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശു ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക, മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുക. എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും നമുക്ക് വേണ്ടി ആരും പറയാനില്ലല്ലോ, നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലല്ലോ, നമുക്ക് വേണ്ടി ആരും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനില്ല. ഇങ്ങോട്ട് വയ്ക്കാം, നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരും വേണ്ട. ആമേൻ. ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരിപ്പുണ്ട്. അപ്പം ആ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ബലഹീനതകൾ എന്തുമായാലും അതിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവന്. നമ്മൾ പറയുക, യേശുവേ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ അത് സഹതാപം കാണിക്കും. എന്നാ നിനക്ക് പറ്റാത്ത, എന്തുകൊണ്ടാണ് നിനക്ക് ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ ചോദിക്കുന്ന യേശുവല്ല. പിന്നെയോ നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ കഴിവുകേടുകളിൽ നമുക്ക് സഹതാപം തരുന്ന. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അവൻ പൗലോസ് അപ്പോസ്തലനോട് യേശു പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അത് നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും. അവൻ നമ്മൾ ബലഹീനരെന്ന് തോന്നുമ്പോൾ, നമ്മളെക്കൊണ്ട് കഴിയത്തില്ലെന്ന് തോന്നുമ്പോൾ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, നമുക്കത് സാധ്യമല്ലെന്ന് തോന്നുമ്പോൾ നമുക്ക് യേശുവിനോട്, യേശുവേ എന്നെക്കൊണ്ട് സാധ്യമല്ല. അപ്പോൾ ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായിട്ട്, ദൈവമായിരുന്നു എങ്കിൽ പോലും പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച യേശുവിന് നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുവാൻ കഴിയും, നമ്മുടെ ബുദ്ധിമുട്ടുകളെ തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ യേശുവിനോട് തുറന്ന് പറയാം, യേശുവെ നീ അങ്ങ് അറിയുന്നില്ല. ഇപ്പം നിന്ദിക്കപ്പെടുകയാണ്, അപ്പോൾ യേശുവിനോട് പറയാം, യേശുവെ അങ്ങേക്ക് അറിയാം നിന്നയുടെ ഭാരം എന്താണ്. വേദനിക്കപ്പെടുകയാണ്, യേശുവെ അങ്ങേക്കറിയാം വേദനയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് നമ്മുടെ യേശുവിനോട് തുറന്നു പറയാൻ പ്രിയപ്പെട്ടവരെ. അതാണ് നമുക്കുള്ള മഹാപുരോഹിതൻ്റെ പ്രത്യേകത. കാരണം നമ്മുടെ ബലഹീനതയിൽ അവൻ പിന്നെ നിന്നെ കൊണ്ട് എന്നെ പറ്റാതെ, നിനക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാതെ, അങ്ങനല്ലല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന മഹാപുരോഹിതനല്ല. നമ്മളെ കാണുമ്പോൾ മുഖം മാറ്റിക്കളയുന്ന ആളല്ല, നമ്മളെ കാണുമ്പോൾ മുഖം കുനിച്ച് കളയുന്ന ആളല്ല. അവൻ സഹതാപത്തോടെ, സ്നേഹത്തോടെ നമ്മളെ കാണുന്ന ഒരു മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത്, ഏതുകൊണ്ട് നമ്മുടെ മഹാപുരോഹിതൻ എങ്ങനെയുള്ള ആളായതുകൊണ്ട്, ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ആളായതുകൊണ്ട്. അവൻ നമ്മളെപ്പോലെ ഒരുവനായി ഭൂമിയിൽ ജീവിച്ച്, അവൻ ഇന്ന് നിങ്ങൾ എന്ത് പറഞ്ഞാലും പിതാവിനോട് പറയും, പിതാവേ എനിക്കറിയാം അവൻ്റെ ആ ബുദ്ധിമുട്ട് എന്ന് പറയാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ജീവിച്ച്, നമ്മളിൽ ഒരാളെ പോലെ ജീവിച്ച്. ഇങ്ങോട്ട് നോക്കി, ആ പത്രോസിൻ്റെ, യോഹന്നാൻ്റെ, യാക്കോവിൻ്റെ കൂടെ ഒക്കെ നടക്കുമ്പോൾ അവരിൽ ഒരാളെ പോലെയാണ് നടക്കുന്നത്. അവൻ പാപികളുടെ വീട്ടിൽ ചെല്ലുന്നു, സക്കായിയുടെ ഭവനത്തിൽ ചെല്ലുന്നു എന്ന് വേണ്ട. അപ്പം നമ്മളിൽ ഒരാളെ പോലെ VIP ആയിട്ടല്ല യേശു ജീവിച്ചത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് എല്ലാവരുടെയും ഭാരങ്ങൾ കണ്ട്, എല്ലാവരുടെയും കണ്ണുനീരൊപ്പി, എല്ലാവരുടെയും വേദനകളെ മനസ്സിലാക്കി അവരിൽ ഒരാളെ പോലെ ജീവിച്ചതുകൊണ്ടാണ്. അപ്പം ഇന്ന് നമ്മൾ പറയുമ്പോഴും യേശു പറയും, യെസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്.
Yes, I can understand. ഇപ്പം നമുക്കറിയാം താഴേക്കടയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കറിയാം താഴത്തെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ. താഴെ അവർ ജോലി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവർ ഈ പൊസിഷനിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇതുപോലെ നമ്മുടെ കർത്താവ് നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നിട്ട് പറയുക, ഏതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് നമ്മളോട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിരിക്കുക. അപ്പം അതുകൊണ്ട് നമുക്ക് യേശു എന്ന മഹാപുരോഹിതൻ പിതാവിൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യത്തോടെ എന്നല്ല എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, ഏതു വിഷയത്തിൽ നിങ്ങൾക്ക് കരുണ ആവശ്യമുണ്ടോ ധൈര്യമായിട്ട് ചെല്ലണം. കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ. അപ്പം കരുണയും കൃപയും ഇങ്ങോട്ട് നോക്കി, ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് വിഷമമായിക്കോട്ടെ, ഏത് വേദന ആയിക്കോട്ടെ, നിങ്ങളെ അലട്ടുന്ന എന്തുമായിക്കോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾ പെട്ടെന്ന് എന്നാ ചെയ്യണമെന്ന് അറിയോ? യേശുവെ എന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ മുട്ടൊന്ന് മടക്കണം. എന്നിട്ട് പറഞ്ഞ മുട്ട് മടക്കാൻ പറ്റുന്നവരാണെങ്കിൽ, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, മുട്ട് മടക്കാനുള്ള കൃപയും കർത്താവ് തരും. യേശുവേ, ഞാൻ ഈ ഒരു വിഷയത്തിലൂടെ പോവാം. യേശുവേ, ഞാൻ ഇങ്ങനൊരു ബുദ്ധിമുട്ടിലൂടെ പോവാം. യേശുവേ, ഞാൻ ഇങ്ങനൊരു ഭാരത്തിലൂടെ പോവാം. യേശുവേ, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു പേടി കിടക്കുന്നു. യേശുവേ, എനിക്ക് ഇങ്ങനെ ഒരു ഭയം എൻ്റെ മനസ്സിൽ കിടക്കുന്നു. യേശുവേ, എന്നെ എല്ലാവരും നിന്ദിക്കുക. യേശുവേ, എന്നോട് എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുക എന്ന് നമ്മൾ ചെന്ന് യേശുവിനോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ തൽസമയത്ത് നമുക്ക് സഹായവും കരുണയും ഒക്കെ തരും. നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഡോണ്ട് വറി എന്ന് പറയുന്ന നല്ലൊരു മഹാപുരോഹിതനെ നമുക്കുള്ള. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് കൃപ പ്രാപിപ്പാനുമായി, സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം എന്ത് ചെയ്യണം? ധൈര്യത്തോടെ ചെല്ലാനാണ് പറഞ്ഞത്. ഒന്നും പേടിക്കണ്ട. നിങ്ങളെ ആരും അവിടെ തടയത്തില്ല, നിങ്ങളെ ആരും അവിടെ പിടിച്ചു നിർത്തത്തില്ല, നിങ്ങളോട് ആരും പറയത്തില്ല എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന, അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വന്ന എന്തിനാ എന്നൊന്നും ചോദിക്കത്തില്ല. നിങ്ങളോട് ആരാ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരാൻ എന്നൊന്നും പറയരുത്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങോട്ട് കയറിച്ച് കൃപാസനത്തിനടുത്തേക്ക്, കൃപ പകരുന്ന സ്ഥലമാണ് കൃപാസനം. ആസനമെന്ന് പറഞ്ഞാൽ സീറ്റ് അല്ലെങ്കിൽ സിംഹാസനം. കൃപയുടെ സിംഹാസനത്തിനടുത്തിലേക്ക് നിങ്ങൾക്ക് ഏത് സമയത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, നിങ്ങളുടെ ശാരീരിക വിഷയമാണോ, നിങ്ങളുടെ മാനസിക വിഷയമാണോ, നിങ്ങളുടെ ജോലിയിലെ വിഷയമാണോ, പ്രിയപ്പെട്ടവർ, യേശുവിനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന വേറെ ആരുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അപ്പന, അമ്മ, ഇവരൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ അറിയുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മഹാപുരോഹിതനെ നമുക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും വിഷയമുണ്ടോ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എന്തെങ്കിലും ഭാരമുണ്ടോ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതെന്നാ ചെയ്യണം? പെട്ടെന്ന് നിങ്ങളൊന്ന് മുട്ടേ നിന്നിട്ട് യേശുവേ നിന്ന് വിളിച്ചിട്ട് അപ്പനോട് വാ, യേശുവേ ഞാൻ അങ്ങോട്ട് വരിക, ഞാൻ ഇങ്ങനൊരു പ്രശ്നത്തിൽ, എൻ്റെ ഓഫീസിൽ എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് നേരിടുന്ന യേശുവേ, അല്ല എൻ്റെ ശരീരത്തിൽ ഇങ്ങനൊരു പ്രശ്നം എനിക്ക് നേരിടുന്ന യേശുവേ, അല്ല എനിക്ക് ഇങ്ങനെ ചില സംശയങ്ങളുണ്ട് യേശുവേ, അല്ല യേശുവേ എന്തും ആയിക്കോട്ടെ. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, ധൈര്യത്തോടെ ആ കൃപാസനത്തിനകത്തേക്ക് ചെന്നിട്ട് പിതാവിനോട് യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ അന്നേരം തന്നെ നിങ്ങളുടെ മേൽ അതിനുള്ള കൃപ പകരുക. അന്നേരം തന്നെ ദൈവിക സമാധാനം. ഈ വാക്യം ഒന്ന് വായിച്ച് ഒന്നുകൂടെ കാണാതെ പഠിച്ച് എന്നിട്ട് പറയാം, എൻ്റെ യേശുവിനെ എന്നെ അറിയാം. ഏത് വിഷയം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കില്ല, ഏത് ഭാരവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കില്ല. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഉടനെ തന്നെ പിതാവിൻ്റെ അടുക്കലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു അതിനുള്ള കരുണയും അതിനുള്ള കൃപയും നിങ്ങൾ പ്രാപിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. അതുകൊണ്ട് ഭാരം വിട്ടൊഴിയുക, ഭയം വിട്ടൊഴിയുക. ഇതിന് യേശുവിനോട് ചെന്ന് പറയുക. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് നോക്കിക്കോളും. നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. അതുകൊണ്ടല്ല, നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെക്ക്. അപ്പം എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ മുട്ടൊന്ന് മുടങ്ങി അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ചെന്ന് കാര്യം പറഞ്ഞു. കർത്താവ് നമുക്ക് എന്തൊക്കെ തരും? കരുണയും കൃപയും തരും. പ്രിയപ്പെട്ട, അതും മതി നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ജയകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. We are shining by the power of Holy Spirit. God bless you. God bless you. God bless you.